ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുകൂടെ പോയാല് ഒരുപക്ഷെ ഏതെങ്കിലും പാടവരമ്പില് ഞാൻ ജീവനറ്റ് കിടക്കുന്നുണ്ടാവും. താൻ പോ. ഞങ്ങളിപ്പോ സംസാരിക്കാൻ പറ്റിയ മൂഡിലൊന്നും അല്ല. ഹരി, കടന്നു പോടോ. ഓണത്തിന് മക്കളെയും കൂട്ടി വരട്ടെ എന്ന് മോള് ചോദിച്ചപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ഓണം കഴിയാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇത്തവണ ഞാൻ മുന്നേ കൂട്ടി അവരോട് വരാൻ പറഞ്ഞു. പിള്ളേരൊക്കെ അതും പറഞ്ഞ് ചാടിക്കൊണ്ട് നിക്ക. ചേച്ചി എന്ന് കരുതി ഞാൻ നിർബന്ധം പിടിക്കല്ല. കാശിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് വരണ്ടാന്ന് വിളിച്ച് പറയാം. നമുക്കിപ്പോ ഇതല്ലേ വലുത്. നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അതിന് വലിയൊരു കാര്യം. ഹരി, ഓണത്തിനും വിഷുവിനും ഒക്കെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് ഒരുപാട് തവണ. ഈ തവണത്തതും അതുപോലെ അങ്ങ് പോട്ടെ. ഹരിയുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ പോയി. വാങ്ങാവുന്നത് പലയിടത്തുനിന്നും വാങ്ങിയിട്ടുമുണ്ട്. എല്ലാം അറിഞ്ഞോണ്ട് ഞങ്ങൾ എങ്ങനെയാ ഹരി? നമ്മളൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല. നമ്മളുണ്ടാക്കിയ സാധനങ്ങളിൽ വിശ്വസിച്ചു. അതിലിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. ആളുകൾ അത് തേടി എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുവരെ അതിപ്പം നമ്മൾ പിടിച്ചു നിന്നല്ലേ പറ്റൂ. പിന്നെ ഓണത്തിന്റെ കാര്യം, ഓണം ചെറുതായിട്ടെങ്കിലും എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കണ്ടേ? നിങ്ങൾ തീരുമാനിച്ചതൊന്നും മാറ്റി വെക്കരുത്. ലളിതേച്ചി മോളോട് വരാൻ പറയണം. ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ പണിക്കാശ് മുഴുവനും അത് ഓണത്തിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലെത്തിയിരിക്കും. അത് എന്റെ ഉറപ്പാ. അത് മതി കേട്ടോ. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓണം വിഷുക്കെ ആഘോഷിക്കാന്ന് പറഞ്ഞ ഒരു കാലത്തും ആഘോഷിക്കലുണ്ടാവില്ല. ഈ സംഘടനയ്ക്കിടയില് നമുക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ? ഹരി പണം തരും. ഹരി എന്തിനും തയ്യാറായിട്ടാ ഇവര് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ കുഴപ്പമില്ല ഭാർഗവൻ സാറേ. എല്ലാ കുടുംബങ്ങളും നമ്മുടെ കുടുംബങ്ങൾ തന്നെയല്ലേ. എന്നാ പിന്നെ നിങ്ങളൊക്കെ അങ്ങ് പൊയ്ക്കോ. മോളെ, ഹരിക്ക് ധൈര്യം കൊടുക്കണം കേട്ടോ. എന്ത് കണ്ടിട്ടാ ഹരി നീ വാക്ക് പറഞ്ഞത്? അവരുടെ സ്വപ്നങ്ങൾ കണ്ടിട്ട്. കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ അവര്. ഒരു ഓണം, ഇത്തിരി സമാധാനം, അതുകൂടി അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാളും ഭേദം മരിക്കുന്നതാ. അവർക്കുള്ള പണം നമുക്ക് ഉണ്ടാക്കാം സർ. അവരെങ്കിലും ഈ വീഴ്ച അനുഭവിക്കാതിരിക്കട്ടെ. എന്താ ഹരി, പാടത്ത് പണിക്കാരൊന്നുമില്ലേ? അല്ല, എന്തു പറ്റി രണ്ടാൾക്കും? ലോങ് ലീവ് എടുത്ത കാലം മുഴുവൻ ഉത്തരം എന്ത് പഠിക്കായിരുന്നാ പറഞ്ഞത്? ഈ ബിസിനസ് തുടങ്ങുമ്പോ ഹരിക്കും ഞങ്ങൾക്കും സംശയം ചോദിക്കാനുണ്ടായിരുന്നത് ഉത്തരയോട് മാത്രമാണ്. എല്ലാം ഭദ്രമായിരിക്കുന്ന ഉത്തര പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഹരി, എന്താ ഇത്? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞങ്ങൾ കുറച്ചു മുമ്പ് തൊഴിലാളികളുടെ കൂടെയായിരുന്നു. എല്ലാവർക്കും അവർ ചെയ്ത ജോലിയുടെ കൂലി കിട്ടണം.
എല്ലാവരുടെ മുന്നിലും കൈമലർത്തി കാണിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. അവസാനം വാക്ക് കൊടുത്തിരിക്കുക, ഓണത്തിന് മുമ്പ് എല്ലാവർക്കും അവരവരുടെ കണക്ക് തീർക്കാന്ന്. ഹരി, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. പക്ഷേ ഇത്രയൊക്കെ തുക മുടക്കിയിട്ട് പിന്മാറാൻ നമുക്ക് പറ്റില്ലല്ലോ. തൊഴിലാളികളുടെ പ്രശ്നം തീർക്കാൻ വേറെ എവിടെന്നെങ്കിലും ലോണോ മറ്റോ മതി. ഇനി ഇതിൽ കൂടുതൽ എവിടുന്നാ കടം വാങ്ങിക്കാനുള്ളത്? നാട് മുഴുവൻ കടം. ലോൺ എടുക്കാൻ ഗ്യാരണ്ടി നിന്നവർക്ക് അവരുടെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പോലും ഉറപ്പില്ല. എന്നിട്ടും വന്നിരിക്കാം വീണ്ടും കടം വാങ്ങിപ്പിക്കാൻ. നിത്യ ഒരു ബിസിനസ് ആവുമ്പോ തോക്കും ജയിക്കും. പക്ഷേ അതിന്റെ പേരിൽ എനിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ. പിന്നെ ആർക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടത്? ഉത്തര പറഞ്ഞല്ലോ, ഒരുപാട് സ്ഥലത്ത് ഇത് നടത്തി വിജയിപ്പിച്ചിട്ടുണ്ടെന്ന്. നമുക്കൊരു കാർഷിക വിപ്ലവം സംഘടിപ്പിക്കാന്ന്. സംഘടിപ്പിച്ചല്ലോ. ഇത് ഒരുതരം ചതി പോലെ ആയിപ്പോയി. ദേ നിത്യ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്കും അറിയാം ആ ലെവലിലേക്ക് താഴാൻ. നീ ആരാന്നാ കരുതിയേക്കുന്നേ? ഹലോ, വേണ്ട. നിത്യ പറയുന്നത് എന്റെ സങ്കടങ്ങളാ. അതിനെ ചോദ്യം ചെയ്യാൻ തനിക്ക് ഒരു അവകാശമില്ല. ചോദ്യം ചെയ്താലുണ്ടല്ലോ. ഇത്രയൊക്കെ ഞാൻ കാലിടറി നിൽക്കുമ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്ന ശക്തിയാ ഈ നിൽക്കുന്ന പെണ്ണ്. അതുകൂടെ പോയാല് ഒരുപക്ഷെ ഏതെങ്കിലും പാടവരമ്പില് ഞാൻ ജീവനറ്റ് കിടക്കുന്നുണ്ടാവും. താൻ പോ. ഞങ്ങളിപ്പോ സംസാരിക്കാൻ പറ്റിയ മൂഡിലൊന്നും അല്ല. ഹരി, കടന്നു പോടോ. സോറി ഹരി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു പോയി. സാരമില്ലടോ. മനസ്സിൽ കിടക്കുന്ന സങ്കടങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരണ്ടേ. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം നമ്മുടെ പ്രശ്നമോ, നമ്മുടെ വിധിയാ. ഹരി, സുജാതെ, എന്താ രാമകൃഷ്ണേട്ട വരാൻ പറഞ്ഞത്? പറയാം സുജാതെ. ഇരിക്ക്. അക്കൗണ്ടിലെ ബാക്കി ഉണ്ടായിരുന്ന പൈസയാ, അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നേരെയാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. പക്ഷേ കൂടെ പണിയെടുത്ത തൊഴിലാളികളോടെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതാ അവര് ചെയ്ത ജോലിക്ക് അവർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? മാത്രമല്ല ഇപ്പോ ഓണമായി. ഇത് നമുക്ക് തൽക്കാലം അവർക്ക് കൊടുക്കാം. രാമകൃഷ്ണേട്ട, അത് മധുര നൊമ്പരക്കാറ്റ്